ജലാശയത്തിലെ മത്സ്യത്തിന് ആ ലോകത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നും അറിയില്ലായിരുന്നു. ഒരിക്കൽ പഴയ സുഹൃത്തായ ആമയെ മത്സ്യം കണ്ടുമുട്ടി. എവിടെയായിരുന്നു ഇത്ര നാളെന്ന ചോദ്യത്തിന് ഞാൻ കരയിലായിരുന്നുവെന്ന് ആമ മറുപടി പറഞ്ഞു. പിന്നെ തുടരെ തുടരെ ചോദ്യങ്ങളായിരുന്നു. കര എങ്ങനെയുണ്ട്? അവിടെ നനവുണ്ടോ? കുളിരുണ്ടോ? നീന്താൻ പറ്റുമോ? ഓളവും തിരകളുമുണ്ടോ? ചോദ്യങ്ങൾക്കെല്ലാം ഇല്ല എന്ന് ഉത്തരം ലഭിച്ചപ്പോൾ മത്സ്യം പറഞ്ഞു, നീ കള്ളം പറയുകയാണ്. ഇതൊന്നുമില്ലാത്ത സ്ഥലമുണ്ടാകില്ല. ആമ കരയിലേക്ക് തിരികെ കയറിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് അറിയില്ലാത്തതും നീ കണ്ടിട്ടില്ലാത്തതും ഇല്ലെന്ന് ശഠിക്കരുത്. അത് മണ്ടത്തരമാണ്. പ്രിയമുള്ളവരെ, അറിവില്ലായ്മ കുറ്റമല്ല. പക്ഷെ അറിവില്ലാത്ത കാര്യങ്ങൾ ഇല്ലെന്ന് ശഠിക്കുന്നത് കുറ്റമാണ്. എല്ലാത്തിനെക്കുറിച്ചും അറിവുള്ള ആരും ഉണ്ടാകില്ല. അടിസ്ഥാന കാര്യങ്ങളെയും അതിർത്തിക്ക് അപ്പുറമുള്ളതിനെയും നിഷേധിക്കരുത്. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം സത്യമാവണമെന്നില്ല. നമുക്ക് അറിവില്ലാത്ത സത്യങ്ങളും ഉണ്ടാകാം എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഓരോരുത്തരും പുതുമയിലേക്കുള്ള വഴി വെട്ടിത്തെളിക്കുന്നത്. സ്വന്തം ലോകത്തെയും ചുറ്റുവട്ടത്തെയും മാത്രം ആശ്രയിക്കുന്നവർ വിശ്വസിക്കുന്ന ചില അബദ്ധങ്ങളുണ്ട്. ഒരേ ഒരു ലോകം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരും തന്നെപ്പോലെ മാത്രം ചിന്തിക്കണം. വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരെല്ലാം മോശക്കാരാണ്. തന്റെ അറിവുകളെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയാണ് മറ്റുള്ളവർ ചെയ്യേണ്ടത് എന്നിങ്ങനെയാണ് ഈ കൂട്ടരുടെ ചിന്ത. ഒരറിവുമില്ലാത്തവരിലേക്ക് ഏതറിവും പകരാൻ എളുപ്പമാണ്. എന്നാൽ എന്തെങ്കിലും അറിയുന്നവനിലേക്ക് പുതുതായി എന്തെങ്കിലും സന്നിവേശിപ്പിക്കണമെങ്കിൽ നിലവിലുള്ളവയുടെ അപനിർമ്മിതി തന്നെ വേണ്ടിവരും. അറിഞ്ഞതിൽ നിന്നുള്ള മോചനമാണ് പുതിയ അറിവിലേക്കുള്ള ആദ്യപടി. സ്വന്തം അറിവും താൻ വിശ്വസിക്കുന്ന ആശയവും മാത്രമാണ് നല്ലതെന്ന് കരുതുന്നവർ സ്വയം നിർമ്മിത മാളങ്ങളിൽ അവസാനിക്കുന്നവരാണ്.